ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ 2 മത്സരമൊക്കെ വിജയിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഡൽഹിക്കെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഒരു ക്ലീൻ ഷീറ്റ് വിന്നൊക്കെ കരസ്ഥമാക്കി. അങ്ങനെ 2 മത്സരങ്ങളിൽ നിന്ന് 6 പോയിൻറ്റ്സ്, അങ്ങനെ 4 ഗോൾ ഡിഫറൻസ് GD ഒക്കെ നമുക്ക് ഇപ്പോൾ നിലവിലുണ്ട്. ഇന്നലെ അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ഒരു റിസൾട്ടും പിറന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊന്നുമല്ല, ഇന്നലെ രാത്രി 7:00 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കഴിഞ്ഞിട്ട് മുംബൈ സിറ്റി വേഴ്സസ് രാജസ്ഥാൻ യുണൈറ്റഡ് മത്സരം ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലെ മറ്റു 2 ടീമുകളുടെ. അപ്പോൾ എല്ലാവർക്കും ഒരേ രാജസ്ഥാൻ യുണൈറ്റഡിനെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയാണ്. മുംബൈ സിറ്റി ആണ് ഡൽഹിക്കെതിരെ വിജയിച്ചു വന്നതുമാണ്. അപ്പോൾ അവർ ഏറ്റുമുട്ടിയ മത്സരത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡ് മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇതില്ലാത്ത ഒരു ഗോളിന്. ഇതിപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അനുകൂലമായി വന്നിരിക്കുകയാണെന്ന് തന്നെ പറയാം. ബ്ലാസ്റ്റേഴ്സിനോട് ഒരു മുൻതൂക്കം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന മത്സരത്തിൽ മുംബൈ സിറ്റിക്കെതിരെ ഒരു ഡ്രോ കിട്ടിയാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത റൗണ്ടിലേക്ക് സെമി ഫൈനലിലേക്ക് കടക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ മുംബൈ സിറ്റി എങ്ങനെ ആയാലും മികച്ചൊരു ടീമാണ്. നമുക്ക് അത്ര എളുപ്പമായിരിക്കില്ല, എന്തായാലും അത് കണ്ടറിയാം. ഇപ്പോൾ എങ്ങനെയായാലും ഒരു അനുകൂല റിസൾട്ടാണ് ഇപ്പോൾ മുംബൈ സിറ്റി വേഴ്സസ് രാജസ്ഥാൻ യുണൈറ്റഡ് മത്സരത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതെന്തായാലും നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.